AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നത്തോലി മീനൊന്ന് മുളകിട്ട് വയ്ക്കാം, സിമ്പിളായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നത്തോലിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാ മീൻ വയ്ക്കണ പോലെ ഉലുവ, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊന്നും ഇതിൽ ചേർക്കണില്ല. സിമ്പിളായിട്ട് നത്തോലി തിളപ്പിച്ചത്. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. കറിവേപ്പില കണ്ട് ദാരിദ്ര്യമാണ് തോന്നണ്ട, മഴ ആയതുകൊണ്ട് എടുക്കാൻ പോകാൻ മടിയായിരുന്നു. അപ്പോൾ കൈ കിട്ടിയത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ആ ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ ആ ഒരു മണമൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളതും, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. ഇത്രയാണ് ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വാളൻപുളി പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കുടംപുളി അല്ല ഇതിൽ ചേർക്കുന്നത്. കുടംപുളി ചേർത്താൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വാളൻപുളി പിഴിഞ്ഞൊഴിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എത്രയാണോ നമുക്ക് കറി ആവശ്യം അതിനനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചെറിയ 2 തക്കാളിയും കൂടെ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി തക്കാളിയും കൂടെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിതിലേക്ക് പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതാ തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. 1 എണ്ണം തന്നെ മതിയാകും. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് വെട്ടിത്തിളച്ച് നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തൊന്ന് പരുവാവണം. എന്ന് വെച്ച് ഒരുപാട് ഉടഞ്ഞ് അങ്ങനെ പോവുകയൊന്നും വേണ്ട. അപ്പോൾ അതാ ഒരു പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയെല്ലാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നല്ല വെന്ത് കുഴഞ്ഞ കപ്പേൻ്റെ കൂടെയോ ചക്കേൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു കറി. ഞങ്ങളിവിടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ പാടത്ത് തോട്ടിലൊക്കെ മീൻ കയറാറുണ്ട്. നല്ല പരൽ മീനുകളെ കിട്ടും. ഇപ്പം അല്ല കേട്ടോ, നേരത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ മീൻ കിട്ടുമ്പോൾ ഞങ്ങൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.